ഒരേ ഒരു പ്രതിഫലമേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിക്കുന്ന സമയം എല്ലാരും അള്ളാഹുവിനോട് പറയും, പടച്ചവനെ ഈമാനുള്ള മരണം തരണേ അല്ലാ, എനിക്ക് ഈമാനുള്ള മരണം തരണേ അല്ലാ. എല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്യുമല്ലോ, എല്ലാവരും ആത്മാർത്ഥമായി പടച്ച റബ്ബിനോട് നല്ല മരണം ചോദിക്കുമല്ലോ. എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടോ ഉപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന പെങ്ങന്മാരെ, ഒരു നല്ല മരണം കിട്ടാൻ നീ ജീവിതത്തിൽ എന്ത് നന്മയാ പെങ്ങളെ ചെയ്തു വെച്ചിരിക്കുന്നത്? നിന്റെ കയ്യിൽ എന്ത് നന്മയാണുള്ളത്? അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഉസ്താദേ, അല്ലാഹുവിന്റെ ഇൽമു പഠിക്കുന്ന ഈ മക്കൾക്ക് കിടന്നുറങ്ങാൻ ഒരു റൂം പണിയുന്നതിന് വേണ്ടി പടച്ച റബ്ബ് തന്നതിൽ നിന്നൊരൽപ്പം നിനക്ക് കൊടുക്കാൻ കഴിയുമോ? സ്വർണ്ണമിടാത്ത ഒരു പെണ്ണ് പോലുമില്ലല്ലോ പെങ്ങളെ. സ്വർണത്തിനെക്കാളും വലുത് സ്വർഗമാണെന്ന് നീ എന്നാണോ തിരിച്ചറിയുന്നത്, അന്നാണ് നിനക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത്. അല്ലാഹുവിന്റെ മലക്കുകൾ ചിറക് താഴ്ത്തി ബഹുമാനിക്കുന്ന ഹാഫിദീങ്ങളായ മക്കളുണ്ടല്ലോ, ഈ മക്കൾക്ക് വേണ്ടിയാ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നീ കഷ്ടപ്പെട്ട് വളർത്തിയ മക്കളെക്കാൾ നിനക്ക് പ്രയോജനമുള്ളവരാ ഇവര്. 40 പേര് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അല്ലാഹു അവസരം കൊടുക്കുന്നവരാണ്. 10 പേരെ കൊണ്ടുപോകാമല്ലോ നാളെ പരലോകത്ത് വെച്ച് കാണുമ്പോ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി. ആരാരും തിരിഞ്ഞു നോക്കാനില്ലാത്ത പടച്ച റബ്ബിന്റെ പരലോകത്ത് നിന്റെ മക്കള് നിന്നെ തിരിഞ്ഞു നോക്കാത്ത ദിവസം അല്ലാഹുവേ, നിന്റെ മക്കള് പറയുന്നു, ചെമ്പിന്റെ തറയിൽ നിന്ന് കാളു പൊല്ലും, നിന്റെ കാല് പൊള്ളുന്നു പടച്ചവരെ, എനിക്ക് ചൂട് സഹിക്കാൻ കഴിയുന്നില്ല പടച്ചവരെ. 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നത് പ്രസവിച്ച എന്റെ ഉമ്മാനൊന്നും മലത്തിക്കടത്തിത്താല്ലാ, ഞാൻ അവരുടെ നെഞ്ചത്ത് കയറി നിൽക്കട്ടെ റബ്ബേ എന്ന് നമ്മുടെ പൊന്നാര മക്കള് പറയുന്ന ഒരു ദിവസം വരാറുണ്ട് പെങ്ങള്. നരകത്തെ കാണുമ്പോ മക്കൾ അല്ലാഹുവിനോട് പറയുകയാണ്, അവരുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എന്റെ പാപം എന്റെ വാപ്പയുടെ തലയിൽ കെട്ടിവെച്ച് വരെ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന നമ്മുടെ മക്കൾ പറയുന്ന ഒരു ദിവസം വരാറുണ്ട്. ആ ഭയാനകമായ ദിവസത്തില് ഈ മക്കളുടെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകണ്ടേ ഉമ്മാ? ഈ മക്കളോട് കരുണ കാണിച്ചതിന്റെ പേരിൽ അല്ലാഹു നിനക്ക് നല്ല മരണം തരുമല്ലോ. ഒരു നല്ല മരണമല്ലേ നിനക്ക് വേണ്ടത്? വാബ്ശിറൂ ബിൽ ജന്നാ, നല്ല മരണമുണ്ടല്ലോ. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്ന് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ അല്ലാഹുവേ, മലക്കുകൾ വന്നിട്ട് കാണിക്കുകയാണ്, ഖുർആൻ പഠിച്ച മക്കൾക്കൊരു റൂം പണിയാൻ ഒരു ചാക്ക് സിമന്റ് വാങ്ങിക്കൊടുത്തതിന്റെ പ്രതിഫലം നിനക്ക് കാണണോ പെണ്ണേ? നോക്കടി, വാബ്ശിറൂ ബിൽ ജന്നാ, ഇതാണ് സ്വർഗം, ഇതാണ് സ്വർഗം, ഇതാണ് സ്വർഗമെന്ന് പറഞ്ഞു നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് മലക്കുകൾ ഇങ്ങനെ സ്വർഗം കാണിച്ചു തരുമ്പോ മരണവേദന അറിയാതെ സ്വർഗം കണ്ടുകൊണ്ട് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് നിനക്കും മരിക്കടോ പെങ്ങളെ? ചെയ്യുന്ന ഈ നന്മ ചെയ്യാൻ നിനക്ക് കഴിയുമോ? നിന്റെ ശരീരത്ത് കിടക്കുന്ന ഒരു സ്വർണ്ണമോതിര മൂടിക്കൊടുക്കുന്നത് ഖുർആനിന്റെ മഹലുകാർക്കാ, അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയാ, അല്ലാഹുവിന്റെ ഖുർആൻ ചുമക്കുന്ന മക്കൾക്ക് വേണ്ടിയാ. ആ മക്കൾക്ക് നാളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അവസരം കൊടുക്കുമ്പോ അതിലെ ഒരാളാകാൻ നിനക്ക് പറ്റുമെങ്കിൽ എന്തിനാ പെങ്ങള് നീ മരിച്ചാൽ ഈ മക്കള് ഖിയാമത്ത് നാൾ വരെ ഈ മക്കള് മരിക്കുന്ന കാലം വരെ ദുആ ചെയ്യും, അല്ലാഹുവേ ഞാൻ പഠിക്കുന്ന കാലത്ത് എന്നെ സഹായിച്ചവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. നീ ആരാണെന്ന് പോലും ആ മക്കൾക്കറിയില്ല. അവര് മരിക്കുന്നവരെ നിനക്ക് ദുആ ചെയ്യും, നിന്റെ മക്കളത് ചെയ്യണമെന്നില്ല. ഉപ്പമാരെ, മരിച്ചെന്നറിഞ്ഞ മയ്യത്ത് നിസ്കരിക്കുമല്ലോ, ഇവർ ഒരുമിച്ചിരുന്ന് ദുആ ചെയ്യുമല്ലോ, അത് നിനക്ക് കിട്ടുന്ന വലിയ ഒരു ഭാഗ്യമല്ലോ. ഇത് നിലനിൽക്കുന്ന കാലത്തോളം അൽഹംദുലില്ലാഹ് നിങ്ങളുടെ ഖബറിലേക്ക് വരുന്ന ഒരു ജാരിയായ സദഖയാ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കിതൊന്ന് നേരെയാക്കണം. അല്ലാഹുവേ, ഖുർആനിന്റെ അഹ്ലുകാർക്കാ അല്ലാഹ് ഹലാലായ സമ്പാദ്യം മതി
റബ്ബേ, നീ തന്നെ അതിന്റെ അവകാശികളെ തിരഞ്ഞെടുക്കണേ അല്ലാ.